നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീന ഫുട്ബോളിനെ അസ്ഥിരപ്പെടുത്താനായിട്ട് ചിലർ ക്യാമ്പയിനുകൾ തന്നെ നടത്തി, ഗൂഢാലോചനകൾ നടത്തി. തുറന്നടിച്ച് പറയുകയാണ്, ഗൗരവതരമായ ആരോപണവുമായിട്ട് രംഗത്ത് വരികയാണ് എഫയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ. ചിക്കി ടാപ്പിയ TYC സ്പോർട്സിന് ഒരു അഭിമുഖം കൊടുത്തു. അതിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴും വ്യത്യസ്തമായ, അർജൻറ്റീനയുടെ ഓരോ കളികൾ വേൾഡ് കപ്പിൽ കഴിയുമ്പോഴും വ്യത്യസ്തമായ മീഡിയ ക്യാമ്പയിനുകൾ അർജൻറ്റീന ദേശീയ ടീമിനെതിരെ നടത്തുകയുണ്ടായി. അർജൻറ്റീന ഫുട്ബോളിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള, അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നത്. തീർച്ചയായിട്ടും കുറേ ആളുകൾക്ക് അർജൻറ്റീന ടീം നന്നായി കളിക്കുന്നത് ഇഷ്ടപ്പെടാതെ ഉണ്ടായിരുന്നു. അപ്പം ആളുകൾ ആഘോഷിക്കുന്നതും സ്ട്രീറ്റുകളിൽ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കുന്നതും ഒന്നും അവർക്ക് പിടിച്ചില്ല. അവർ അർജൻറ്റീന ദേശീയ ടീമിനെതിരെ ഗൂഢാലോചനകൾ നടത്തി. ഇൻ എവറി മാച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു. ഡിഫറെൻ്റ് ഓപ്പറേഷൻസ്, ക്യാമ്പയിനുകൾ നടക്കുകയും ചെയ്തു. എനിക്കുണ്ടായ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഈ ഗൂഢാലോചനകൾ, ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ, അതൊക്കെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നിരുന്നു ചില ഘട്ടങ്ങളിൽ. ക്ലിയർലി ഇത് അർജൻറ്റീനയ്ക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പലരും നടത്തിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ആളുകൾക്ക് അത് പിടിക്കാതെ വന്നു. ദർ വാസ് എ ഡെലിബറേറ്റ് മീഡിയ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് അസ്. എല്ലാ ഗൂഢാലോചന തിയറീസും തീർച്ചയായും പറഞ്ഞാൽ അത് അർജൻറ്റീന ഫുട്ബോൾ വിജയിച്ചു പോകുമ്പോൾ, കിരീടങ്ങളിലേക്കൊക്കെ പോയി നല്ലൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് താഴ്ന്ന് കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. ദർ ആർ സർട്ടൻ തിങ്സ് ഇൻ ലൈഫ് യു സിംപ്ലി ഡോണ്ട് മെസ് വിത്ത്. ആൻഡ് ഡ്യൂറിങ് ദിസ് വേൾഡ് കപ്പ് അവരത് ചെയ്തു. എല്ലാ സമയത്തും അർജൻറ്റീന കളിച്ചപ്പോൾ, അടുത്ത റൗണ്ടിലേക്ക് അഡ്വാൻസ് ചെയ്തപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചു. അങ്ങനെ അവർ അനൗൺസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതൊക്കെ എപ്പോഴും നെഗറ്റീവായിട്ട് ടീമിനെ ബാധിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് എന്നുകൂടി ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ചിക്കി ടാപ്പിയ പറയുന്നു. ഓരോ മത്സരങ്ങൾക്ക് ശേഷവും പലതരത്തിലുള്ള പ്രഷറുകളും കാര്യങ്ങളും ഒക്കെ ഇടുകയും റഫറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പലരും ഉയർത്തിക്കൊണ്ടുവരികയും ഈവൻ ഫൈനലിന് മുമ്പ് പോലും ലാപ്പോർട്ടും റോഡ്രിയും പോലുള്ള ആളുകൾ പോലും റഫറിമാർ അർജൻറ്റീനയെ സഹായിച്ചു എന്ന രൂപത്തിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇംഗ്ലണ്ടുകാർ അത്തരത്തിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഇംഗ്ലണ്ടിൻ്റെ മുൻ താരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ അർജൻറ്റീന വിജയിക്കുന്നത് ഇഷ്ടപ്പെടാതെ പലരും ഗൂഢാലോചന നടത്തിയെന്നും അത് തീർച്ചയായിട്ടും ടീമിനെ, അർജൻറ്റീന ഫുട്ബോളിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുമാണ് ഇപ്പോൾ ടാപ്പി ആരോപിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.